ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു അല്പജ്ഞാനിയാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് പ്രമുഖ ചരിത്രകാരനായിട്ടുള്ള രാമചന്ദ്ര ഗുഹയാണ് ഒരു മാസങ്ങൾക്ക് മുമ്പേ ഒരു ആർട്ടിക്കിളിലൂടെ. പിന്നീട് അദ്ദേഹം കരൺ താപ്പറിന് നൽകിയ ഇൻ്റർവ്യൂവിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. രാഹുൽ ഗാന്ധിയെ പിന്തുടരുകയാണ് രാമചന്ദ്ര ഗുഹയെ പോലുള്ള ഒരുപാട് ആളുകളുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ. രാഹുൽ ഒരു അല്പജ്ഞാനിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയാകാൻ പോകുന്ന വിശ്വാസയോഗ്യനായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആവശ്യമായ അച്ചടക്കമോ ഗൗരവമോ മതിയായ യോഗ്യതകളോ ഇല്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം കേവലം ഒരു അല്പജ്ഞാനി മാത്രമാണ് എന്നാണ് പ്രമുഖനായിട്ടുള്ള ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ രാഘ ആരാധകർക്ക് വേദനിക്കുന്ന അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണെന്നറിയാം. എങ്കിലും യാഥാർത്ഥ്യം ഇത് തന്നെയല്ലേ? അദ്ദേഹം രാമേന്ദ്ര ഗുഹയുടെ അഭിപ്രായത്തെ ഞാൻ ഒട്ടും മുകളിലേക്കെടുക്കുന്നില്ല. പക്ഷെ ഒരു സംശയം എനിക്ക് ഇവിടെ ഉള്ളത്, രാഹുൽ ഗാന്ധി മോശമാണെന്ന് അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്. ഉറപ്പ് അതിനെപ്പറ്റി വലിയ തർക്കമൊന്നുമില്ല. പല കാര്യങ്ങളും രാഹുൽ ഗാന്ധിയെ പറ്റി നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പകരം ഒരു ഓൾട്ടർനേറ്റീവ് പറയണ്ടേ? ഏത് കോമ്പിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് കുറേ കൂടെ ബെറ്റർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ അന്തസ്സായിട്ട് പറയണം മോഡി തന്നെ തുടരണം. ഇപ്പം നൗ അവൈലബിൾ ബെസ്റ്റ് ഈസ് മോഡി, അല്ലെ മോഡിയുടെ കൂടെയുള്ള ആൾക്കാർ. അത് ആ അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഭയങ്കര സൂത്രക്കാരനാണ്. മോഡിയെ വിമർശിക്കാതെ എന്നാൽ രാഹുൽ ഗാന്ധി വിമർശിക്കുകയും മറ്റേ മോഡി കൊള്ളാമെന്ന് പറയുന്നില്ല. അല്ല, അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. മോദിയിലൊരു അഗ്നിയുണ്ട്, അല്ലെങ്കിൽ ഒരു തീയുണ്ട്. ഇപ്പോഴും രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള പാഷനേറ്റ് ആണ്. നമുക്കത് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അത് കാണാൻ പറ്റും. രാഹുൽ അതില്ല, ആ പാഷൻ ഇല്ല, ആ തീയില്ല, അഗ്നി രാഹുലില്ല. അങ്ങനെ അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണ്? മോദിയേക്ക് ഒരു ഓൾട്ടർനേറ്റീവ്, ബി ജെ പിക്ക് ആരാണ് ഓൾട്ടർനേറ്റീവ് ഉള്ളത്? അതാണ് ചോദിക്കുന്നത്. ബി ജെ പിക്ക് ഓൾട്ടർനേറ്റീവ് ആരാണുള്ളത്? രാഹുൽ ഗാന്ധിയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ മോദിയെ നിരന്തരമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ്. എന്നെപ്പോലെ ആന്റി ബി ജെ പി ആയിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല. എൻ്റെ നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ ആന്റി ബി ജെ പിക്കാരായിട്ടുള്ള ഒരുപാട് പേര് എന്നോട് പോലും ചോദിക്കുന്ന ഒരാളാണ്. എന്നോട് പോലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് മോദിക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ളത്? രാഹുലിനെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ എന്തൊക്കെ കുറ്റങ്ങളും പരാതികളും ഉണ്ടെങ്കിലും മോദിയിൽ ഇപ്പോഴും ജനങ്ങൾ എന്തോ ഒരു തരത്തിലുള്ള ട്രസ്റ്റ്, വിശ്വാസം അർപ്പിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒരു കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം സോനം വാങ്ചുങ് ആണ് ഇത്രയും ദിവസം അവിടെ നിരാഹാരം കിടന്നത്. അദ്ദേഹത്തിന്റെ ഈ രാഹുലിന്റെ അതിനു മുമ്പ് കനകകുമാർ, അതെ, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ ഒരു ഗാന്ധി ഉണ്ട് എന്നല്ലാതെ ഗാന്ധിയുടെ ഒരു സവിശേഷ സ്വഭാവവും രാഹുൽ കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉയരുകയാണ്. അത് മറ്റുള്ളവരാണ് കാണിക്കുന്നത്. അല്ല, മറ്റുള്ളവരെ കാണിക്കാന്ന് ഇപ്പം ഞാൻ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നടത്തിയൊരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിൽ വിദ്യാർത്ഥി സമരം നടത്താൻ ഈ ഇഷ്യൂസ് എല്ലാം ഇന്നലെ ഉണ്ട്, മിനിയാന്നുണ്ട്, കഴിഞ്ഞ ഒരാഴ്ചയുണ്ട്, അതിന് മുമ്പുണ്ട്. ഇപ്പോൾ സമരത്തിന് ആസ്പദമായ കാര്യങ്ങളെല്ലാം അവിടെ നിലനിൽപ്പുണ്ട്. എന്തുകൊണ്ട് ഈ ഇത്തരം ഒരു സമരത്തിന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക് ഇത് ടേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല? ഇഷ്യൂസ് ഉണ്ടല്ലോ അവിടെ. ഇങ്ങനെ വരേണ്ടി വന്നോ ചെയ്യാനായിട്ട്? വാങ്ചോക്ക് വരേണ്ടി വന്നോ ഈ സത്യാഗ്രഹം നടത്താൻ, സമരം നടത്താനും എന്തുകൊണ്ട് വേണ്ടി വന്നു? ഇതിനു മുമ്പും മറ്റാരുടെയെങ്കിലും ആവേശം കൊള്ളിക്കുന്ന ആരുടെയെങ്കിലും തോളിൽ കയറി നിന്നിട്ട് നേതാവാകാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ഈ ചെവിദീനികൾ തന്നെ നമുക്കൊരു വാക്ക് പറയാം, സ്തുതിപാഠകർന്നോ കെ സി വേണുഗോപാലൊക്കെ ഉദാഹരണമാണ്. ഇത് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. രാഹുൽ ഗാന്ധി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന സംഭവം നടത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. ഇങ്ങനെ അത് പാടി പുകഴ്ത്തുകയാണ് വേണുഗോപാൽ ഉൾപ്പെടെയുള്ളത്. പക്ഷെ ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കേരളത്തിൽ കന്യാകുമാരിയിൽ തന്നെ ഡൽഹി വരെ പദയാത്ര നടത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കോൺഗ്രസ് നേതാവായിരുന്നു. ഏറ്റവും കൂടുതൽ അനക്കം സൃഷ്ടിച്ച ജാഥയായിരുന്നു കേരളത്തിൽ. അത് മുമ്പിൽ സ്വന്തം വീട്ടുമുറ്റത്തൂടെ കടന്നുപോയ ജാഥയെ കണ്ടില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ യാത്ര മഹായാത്രയാണെന്ന് പറഞ്ഞാൽ വേണുഗോപാൽ ഇല്ലോടെ നടക്കുന്നത്. എങ്ങനെ പറ്റും? അപ്പോൾ ഇത്തരം ആൾക്കാരാണ് രാഹുൽ ഗാന്ധിയെ ചുറ്റും പിടിച്ചിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ട് അറിയാമല്ലോ, പിന്നെ ഒന്ന് കമൽനാഥ്,
കമൽനാഥിനെ പറഞ്ഞ കമ്മീഷനാണെന്നാണ് പറയും. മധ്യപ്രദേശിൻ്റെ രാജസ്ഥാനും സുഖമായിട്ട് BJP ക്ക് കൊടുത്തു. ജ്യോതിരാദിത്യ സിന്ധ്യ എങ്ങനെയാണ് ആരാ BJP എത്തിച്ചത്? ഇപ്പോൾ രാജേഷ് പൈലറ്റ് പോയില്ല, അത് വേറെ. സച്ചിൻ പൈലറ്റ് പോയില്ല, അത് വേറെ കാര്യം. അത് നാളെ അവരെയും കൂടെ BJP വിടാനുള്ള മാർഗം നോക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും BJP മോഡിയുടെയും കൂടെ ഏജന്റുമാരാണ്. ഇവരെ ഇത്രയും MLA ഇപ്പോൾ തൃണമൂലിലാണെങ്കിലും DMK എന്നാണെങ്കിലും ഇത്ര MLA മാറ്റി മറുവശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന മോഡി ചാരന്മാരുണ്ട്. രാഹുൽ ഗാന്ധി നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം നിരവധി കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയി. പല സംസ്ഥാനങ്ങളിലും 8 നിലയിൽ കോൺഗ്രസ് പൊട്ടിത്തകരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എവിടെയും ആകെ ഉണ്ടായിരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കിട്ടി. ഭാരത് ജോഡോ യാത്രയുടെ 100 തികച്ചില്ല. അത് മാത്രമാണ് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുക. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലും 8 നിലയിൽ പൊട്ടുന്ന. അപ്പൊ ഇദ്ദേഹം വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ആ പാർട്ടിക്ക് ഉണ്ടാവണ്ടേ? കാരണം ഇദ്ദേഹം വന്നത് ശൂന്യതയുടെ പ്രസിഡന്റായിട്ടാണ് വന്നത്. ഇല്ലാത്തൊരു സംഘടനാ മിഷനറി, അത് ഇപ്പോഴും പറയുന്നത് ഇല്ലാത്ത സംഘടനാ മിഷനറി, യാതൊരു ശക്തിയും, ക്ലൗട്ട് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ക്ലൗട്ട്. ആ ക്ലൗട്ടും ഇല്ലാത്ത, ഔന്നത്യമില്ലാത്ത കുറേ ഹൈക്കമാൻഡ് മെമ്പർമാർ. ഉദാഹരണത്തിന് കഴിഞ്ഞ 10-25 വർഷമായിട്ട് കോൺഗ്രസിനെ ലീഡ് ചെയ്തിരുന്ന ഹൈക്കമാൻഡിൽ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസറായിരുന്ന ആളുടെ പേരറിയോ? അഹമ്മദ് പട്ടേൽ. മുരളീധരൻ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച ആളാണ്. ഈ അഹമ്മദ് പട്ടേലിൻ്റെ ലീഡർ ഉണ്ടായ ഗുജറാത്തിൽ എത്ര സീറ്റ് ജയിച്ചിട്ടുണ്ട്? ഗുജറാത്ത് BJPയുടെ ആയിപ്പോയില്ലേ? അയാൾ പൊളിറ്റിക്കൽ അഡ്വൈസറായിട്ടിരുന്ന മുഴുവൻ കാലത്തും നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് തോറ്റില്ലേ? അയാൾക്കെതിരായിട്ട് എന്തെങ്കിലും മാറ്റം അയാളെ മാറ്റാൻ ശ്രമിച്ചോ? നിസ്സാരം പിണറായി വിജയനെ ഒരു ചർച്ചയെങ്കിലും നടക്കുന്നുണ്ട് ഇല്ലേ? തോറ്റപ്പോൾ പിണറായി വിജയനെ പറ്റി കൊച്ചു പിള്ളേർക്ക് അല്ലെങ്കിലും എടുത്തെറിയുന്നുണ്ട്. അഹമ്മദ് പട്ടേലിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? വേറെ ആൾ ഇവിടെ കേരളത്തിലുണ്ട്, അടുത്തയാൾ 2 പേരുണ്ട്, AK ആൻ്റണിയുണ്ട്. ഏത് സ്റ്റേറ്റ് വിജയിപ്പിക്കാൻ പറ്റും? തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വിജയിപ്പിച്ചത് ഇവരുടെ കഴിവുകൊണ്ടല്ല. ഇപ്പം രേവന്ത് റെഡ്ഡി തെലങ്കാനയിലും അവിടെ DK ശിവകുമാർ കർണാടകത്തിലും ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ സതീശൻ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ഹൈക്കമാൻഡിൻ്റെ മിടുക്കല്ല. ഇവിടെ ഉണ്ടായ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ, അങ്ങനത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യാൻ ഹൈക്കമാൻഡ് നേതാക്കന്മാർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പോഴേക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ, സാറിനത് മനസ്സിലായിട്ടൊന്ന് പറഞ്ഞു തരണം ഒന്നും കൂടി. അതായത് ഈ കുടുംബ പാർട്ടിയിലെ പ്രധാന നേതാക്കളുടെ മകനാണ് രാഹുൽ എന്നതിനപ്പുറം എന്താണ് ഇയാളുടെ യോഗ്യത? ഒന്നും വേണമെന്നില്ല. അത് താങ്കളുടെ ആ വിലയിരുത്തൽ ഞാൻ നേരെ മറിച്ചാണ് പറയുന്നത്. നേതാവ് എന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് ഉരുത്തിരിയണം. ഒന്നിക്കൽ ഒരാളുടെ പ്രസംഗിക്കാനുള്ള ഒറേറ്റർഷിപ്പ് കൊണ്ട് ഒരു നേതാവിന് ജനങ്ങളെ ആകർഷിക്കണം. നിലവിലെ ഇപ്പോൾ സതീശൻ വാക്ചാതുര്യം കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു നേതാവാണ് VD സതീശൻ. നരേന്ദ്രമോദി അത്തരത്തിലുള്ള ഒരാളാണ്. എന്തിനേയും വാക്ചാതുര്യം കൊണ്ട് അദ്ദേഹത്തിന് മറികടക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒറേറ്റർ സ്കില്ല് ഉണ്ടാവണം. അല്ലെങ്കിൽ ചിന്താപരമായിട്ട് ഭൗതികപരമായ ശേഷി കൊണ്ട് ഞെട്ടിപ്പിക്കുന്നതായിരിക്കണം ഒരു നേതാവ്. അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും. ഇതൊന്നും രാഹുലിന് കാണാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുകയും ശരിയാണെന്ന് എനിക്കറിയില്ല. സോണിയാഗാന്ധിയുടെ ലീഡർഷിപ്പിൽ നിന്നും ഇന്നും സോണിയാഗാന്ധിയുടെ ഡിക്റ്റേഷന് അനുസരിച്ചാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി അസർട്ട് ചെയ്യാൻ നോക്കിയിട്ടും പറ്റിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾക്ക് പോലും സോണിയാഗാന്ധി പുല്ലുവിലേ കൊടുത്തിട്ടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞതിന് മുമ്പിലത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം പറഞ്ഞു, തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ എനിക്ക് മാത്രമല്ല, പിണറായി വിജയൻ പറയുന്നില്ല, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൂടെ പറഞ്ഞു. AK ഇവിടെ പേര് പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞു താങ്കൾക്കും എൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞു. എന്നിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണെന്നറിയാം? ആ വാചകം ഓർത്തിരുന്നു. ഞാൻ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇത്രയും കാലം കോൺഗ്രസിനെ കൊണ്ടുനടന്ന് കോൺഗ്രസ് ഇല്ലാതാവുകയാണ്, എല്ലായിടത്തും തോക്കുകയാണ്. ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാനും ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഇനി കുറേ നാളത്തേക്കെങ്കിലും നെഹ്റു കുടുംബത്തിൽ നിന്നാരും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് വരാതിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി രാജിവെച്ചിറങ്ങി. പക്ഷേ ആ കസേരയിലേക്ക് ചാടിക്കയറി ഇരുന്ന് തരാന്നറിയോ? സോണിയാഗാന്ധി. അത് അപ്പം നെഹ്റു കുടുംബത്തെ മാറ്റണം. ഇപ്പം പബ്ലിക് ഇന്റലക്ച്വലൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന CR പരമേശ്വരൻ ഇതിനിടെ ഒരു കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്
സംഘികൾക്ക് വടക്ക് ക്ഷേത്രങ്ങളൊക്കെ മുഹമ്മദ് ഗസ്നിയെ പോലെയും ഘൂറിയെ പോലെയും കൊള്ളയടിക്കുമ്പോൾ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി 2 മാസമായി വിദേശത്തേക്ക് അജ്ഞാതവാസത്തിലാണ്. വെറുതെയല്ല മോദിയുടെയും അമിത്ഷായുടെയും പൂജാമുറിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വലിയ രീതിയിൽ തൂക്കി വെച്ചിരിക്കുന്നത്. അതായത് രാഹുൽ ഉള്ളിടത്തോളം കാലം BJPയെയും മോദിയെയും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ പലരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വാസ്തവമായിട്ട് തുടരുകയാണ്. അതുകൊണ്ടാണ് പ്രമുഖനായിട്ടുള്ള ചരിത്രകാരനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള രാമചന്ദ്ര ഗുഹയുടെ വാക്കുകൾ പ്രസക്തി അർജിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താ, ആന്റി BJP ആയിട്ടുള്ള ആന്റി മോദി ആയിട്ടുള്ള ആളുകൾക്ക് പോലും മോദിയിൽ വിശ്വാസമുണ്ട്, രാഹുലിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. ഒരു ട്രസ്റ്റ്, നിങ്ങളിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ നേതാവിന്റെ കയ്യിൽ ഈ രാജ്യം ഭദ്രമാണ്, സേഫ് ആണ് എന്ന തോന്നല് രാഹുൽ ഗാന്ധിയെക്കാളും കൂടുതൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മോദിയിലെ ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അതൊരു സത്യമാണ്, 100% സത്യമാണ്. പക്ഷെ മറിച്ച് ഈ രാഹുൽ ഗാന്ധിക്ക് പറ്റി ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ചുറ്റുവട്ടം ഉപദേശിക്കാൻ ഇങ്ങേരുടെ കൂടെ അമിത്ഷായുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, നിർമ്മല സീതാരാമൻ, എത്രയോ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള നേതാക്കന്മാരുടെ പേരാരാ? ഒന്നാമത്തെ പേര് KC വേണുഗോപാൽ. എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് ആലോചിച്ച് നോക്ക്. നമ്മളൊരു ഫൈറ്റിങ്ങിന് പോകുമ്പോൾ, എന്തെങ്കിലും ഒരു നല്ല ഫുട്ബോൾ ടീം പോകുമ്പോൾ അത്യാവശ്യം പന്ത് കാലുകൊണ്ട് തട്ടി ഉരുട്ടാനെങ്കിലും അറിയണ്ടേ? ഇത് ഉരുട്ടി വിഴുങ്ങുന്ന കാര്യം മാത്രമേ അറിയാവുള്ളൂ പലർക്കും. അതിനുവേണ്ടിയാണ് നടക്കുന്നത്. വേണുഗോപാലൊക്കെ എത്ര മുമ്പ് രാജിവെക്കണം. കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചവർ ആരുടെയും മിടുക്കൊണ്ടല്ല, രാഹുലിൻ്റെ മിടുക്കൊണ്ടല്ല, വേണുഗോപാലിൻ്റെ ആരുടെയും മിടുക്കൊണ്ടല്ല. ജനങ്ങൾ അതുപോലെ പിണറായിയെ വെറുത്തു മടുത്തു. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റി. സതീശൻ കൊടുത്ത് രാഷ്ട്രീയം പറഞ്ഞു, അതിൽ അവർ ആകർഷകരായി. അങ്ങനെ അങ്ങ് പോയെന്നേ ഉള്ളൂ. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ സംഘടനാ മിടുക്കൊണ്ടല്ല ഇവിടെയും ജയിച്ചത്. തെക്കേ ഇന്ത്യയിലേ ഉള്ളൂ ജയിക്കുന്നില്ലേ, കർണാടകത്തിലേ ഉള്ളൂ. എന്തുകൊണ്ട് കർണാടകത്തിലും തെലങ്കാനയിലും കേരളത്തിലും കോൺഗ്രസിന് ജയിക്കാമെങ്കിൽ ഉത്തർപ്രദേശിനും ബീഹാറിലും ജയിക്കാൻ പറ്റുന്നില്ല? അത് താങ്കൾ പറഞ്ഞ പോയിന്റാണ്. അവിടെ ലീഡർഷിപ്പ് നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിൽ, സോണിയ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കയ്യിൽ. സോണിയാഗാന്ധി രാഷ്ട്രീയ പ്രവർത്തകയല്ല. ഇന്നലെ ത്യാഗം സഹിച്ചെന്നാണ്, പ്രധാനമന്ത്രി സ്ഥാനം ആകാമായിരുന്നു. അത് ത്യാഗമല്ല. ഇത് ഇപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസം രാഹുൽ ഗാന്ധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചധികം സീറ്റുകളെങ്കിലും കോൺഗ്രസ് നേടുകയായിരുന്നു. എന്താണ്, ഒരു സീറ്റ് പോലും നേടാൻ പറ്റില്ല. അല്ലെന്നെ, വയനാട് വന്ന് ഇത്രയും ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേക വിരോധമൊന്നുമില്ല, സ്നേഹവുമില്ല. പക്ഷെ വയനാട് ജയിക്കണമെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സാണ് ജയിപ്പിച്ചത്. എന്തേ അവിടെ ഉത്തർപ്രദേശ് ജയിക്കണം, അല്ലെ ബീഹാർ ജയിക്കണമേ? അത് കോൺഗ്രസിൽ ജയിക്കണമെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു ശക്തിയായ രാജ്യമായിട്ട് മാറാൻ ഇങ്ങനെ എന്തെങ്കിലും വേണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് പറഞ്ഞിട്ടാണ് നിർത്താനുള്ളത്. അതായത് ഇത് രാഗ ആരാധകർക്ക് വേദനിക്കുന്ന, അവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണെന്ന് അറിയാം. എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ചില യാഥാർത്ഥ്യങ്ങൾ. അതെന്ന് പറയുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഈ രാജ്യത്തെ ഏൽപ്പിക്കാനുള്ള ഒരു സുരക്ഷിത കരങ്ങൾ തന്നെയാണ് BJPയും നരേന്ദ്രമോദി എന്ന് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നു. ആ ട്രസ്റ്റ് പരിപൂർണമായിട്ടും അവരിൽ നിന്ന് ഇല്ലാതായിട്ടില്ല. അത് ഉള്ളിടത്തോളം കാലം. ഒരു കാര്യം കൂടെ പറയാം. അടുത്ത നാളുകളിൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് UDF ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയത്. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വേണുഗോപാലിനെ പോലെ ഒരുത്തം വന്ന് കുസൃതി കാണിക്കാൻ ഞാൻ ആയിക്കോളാം, അല്ലെ ഞാൻ പറയുന്ന ആൾക്കാർ ആയിക്കോളാം എന്ന് പറഞ്ഞു വരുമ്പം വേണുഗോപാലിൻ്റെ ചെവിക്ക് പിടിക്കാനുള്ള രാഹുൽ ഗാന്ധി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പക്ഷേ വേണുഗോപാലിനെ പോലുള്ളവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? ഉറപ്പല്ലേ? വേണുഗോപാൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് കഴിവ് കാണിക്കട്ടെ, ഇവിടെ വേണുഗോപാൽ ഇല്ലെങ്കിലും ജയിക്കും. അതായത് രാഹുലിന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇവിടുന്ന് കോൺഗ്രസിന്റെ ഇപ്പോൾ വേണുഗോപാൽ വലിയ നേതാവ്, ഹൈക്കമാൻഡാണ്. ഇതുപോലെ ഹൈക്കമാൻഡ് നേതാവായിരുന്നു KV തോമസ്, ഹൈക്കമാൻഡ് നേതാവായിരുന്നു PC ചാക്കോ, ഡൽഹിയിലെ ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവ് PC ചാക്കയായിരുന്നു. ഇവരൊക്കെ കോൺഗ്രസിൽ നിന്ന് പോയിട്ട് വല്ലതും പറ്റുമോ? അല്ല, എന്തെങ്കിലും ഒരു വളരെ വിഷനുള്ള രാജ്യത്തെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിപ്പം എന്താണ്, കുറെ അധികം രാഗ ആരാധകർക്ക് തോന്നുമായിരിക്കും. നമ്മൾ രാഗ ആരാധകരല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തോന്നാത്തതായിരിക്കാം. എന്തായാലും ഈ കുളത്തിൽ ചാടലും അല്ലെങ്കിൽ ബജ്ജിക്കടയിൽ നിന്ന് പുറത്തു വരിക, ചായ കുടിക്കുക, അല്ലെങ്കിൽ ലോറിയിൽ സഞ്ചരിക്കുക, ഇതൊക്കെ ഏൽക്കുന്നില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫലം ഏത് സമയത്തും ഒരു കാര്യം കൂടെ പറയാം. എത്ര സുരക്ഷിതമാണ് ഇപ്പോൾ മോഡിയുടെ സ്ഥിതിയെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ 77 ഇന്ദിരാഗാന്ധി എങ്ങനെ തോറ്റോ, ചെറിയ ഭരണത്തിൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടായി, ജനങ്ങളെ ബാധിക്കുന്ന സീരിയസ് ഇഷ്യൂ ഉണ്ട്, ഒരു നേതാവും വേണ്ട, ജനങ്ങളെ നേതാവിനെ കണ്ടുപിടിച്ച് ജയപ്രകാശിനെ കണ്ടുപിടിച്ച് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയ പോലെ നാളെ
ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുറത്താക്കാൻ പറ്റും എന്ന് മാത്രം പറയും. ഇപ്പൊ CJP ഉയർന്നു വന്നത് കോൺഗ്രസിന്റെ പരാജയമാണോ അല്ലയോ? എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും പരാജയം, കോൺഗ്രസിന് മാത്രമല്ല. ഉറപ്പല്ലേ? ഇന്ത്യ മുന്നണിയെ തന്നെ പരാജയം.